ഇന്ത്യൻ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഒരു പേരും ഈ മനുഷ്യൻ്റെ പേര് പോലെ ഭയം വിതച്ചിട്ടില്ല. തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കാടുകളിൽ 20 വർഷത്തോളം പേടി സ്വപ്നമായി മാറിയ കൊള്ളക്കാരൻ വീരപ്പൻ. ചിലർക്ക് അയാൾ വനത്തിൻ്റെ കാവൽക്കാരനായ റോബിൻ ഹുഡായിരുന്നു. മറ്റു ചിലർക്ക് അവരുടെ ഉറക്കം കെടുത്തുന്ന പിശാചു. 154 പേരെയാണ് അയാൾ നിഷ്കരുണം കൊലപ്പെടുത്തിയത്. അതിൽ പകുതിയിലധികം പേരും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പോലീസുകാരുമായിരുന്നു. 2000-ഓളം ആനകളെ കൊന്നൊടുക്കി അവയുടെ കൊമ്പുകൾ കോടികൾക്ക് വിറ്റ് അയാൾ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ചന്ദനമരങ്ങൾ കടത്തിയും അയാൾ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെയും മുൻ മന്ത്രി നാഗപ്പയെയും തട്ടിക്കൊണ്ടുപോയതും നാഗപ്പയെ പകൽ വെളിച്ചത്തിൽ കൊലപ്പെടുത്തിയതും വീരപ്പനെ സർക്കാരുകൾക്ക് ഒരു വലിയ തലവേദനയാക്കി. കർണാടക, തമിഴ്നാട് സർക്കാരുകൾ അവനെ പിടികൂടുന്നവർക്ക് 5 കോടി രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും 20 വർഷക്കാലം 220 കോടി രൂപ ചെലവഴിച്ചിട്ടും ആ കൊടും കുറ്റവാളിയെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല. 1952 ജനുവരി 18 കർണാടകയിലെ ഗോപിനാഥൻ ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിലാണ് കർസയ മുനുസാമി വീരപ്പൻ ജനിച്ചത്. കന്നുകാലി വളർത്തുകാരായ കുടുംബമായതിനാൽ വീരപ്പൻ ചെറുപ്പത്തിൽ തന്നെ കാടുകളുമായി അടുത്തു. കുപ്രസിദ്ധ വേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായ അവൻ്റെ അമ്മാവൻ സാൽവായി ഗൗണ്ടറായിരുന്നു അവൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അങ്ങനെ കുറ്റകൃത്യങ്ങൾ കണ്ടാണ് അവൻ വളർന്നത്. അമ്മാവൻ്റെ സ്വാധീനം കാരണം വീരപ്പൻ വേട്ടക്കാരുമായി സൗഹൃദത്തിലാകുകയും ആനകളെ വേട്ടയാടി പണമുണ്ടാക്കുന്നതിൽ അവന് താല്പര്യം വരികയും ചെയ്തു. പ്രശസ്തനായ ആനക്കൊമ്പ് കടത്തുകാരൻ മലോർ ബമ്മട്ടിയാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ തോക്കുപയോഗിക്കാനും അവൻ പരിശീലനം നേടി. 10ാം ക്ലാസ്സിൽ തന്നെ വേട്ടയാടാൻ തുടങ്ങിയ വീരപ്പൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഏറ്റവും മികച്ച വേട്ടക്കാരിൽ ഒരാളായി മാറി. ആനകളെ കൊന്നു തുടങ്ങിയ അവൻ 17ാം വയസ്സിൽ ആദ്യമായി ഒരു മനുഷ്യനെ കൊന്നു, ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ. തുടക്കത്തിൽ അമ്മാവന് വേണ്ടി ജോലി ചെയ്തെങ്കിലും പിന്നീട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവൻ തീരുമാനിച്ചു. 18ാം വയസ്സിൽ ഒരു വേട്ടക്കാരുടെ സംഘത്തിൽ ചേരുകയും പതിയെ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. വേഗത്തിൽ തന്നെ അവൻ സംഘത്തിൻ്റെ തലവനായി മാറി. കള്ളക്കടത്തിൽ നിന്ന് ലഭിച്ച വൻപണം കാരണം വീരപ്പൻ വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ കാട്ടിലെ പഴയ കള്ളക്കടത്തുകാർക്ക് ഇതിഷ്ടമായില്ല. അവർ വീരപ്പനെതിരെ പോലീസിന് വിവരം നൽകി. ഇതോടെ അവൻ്റെ സമ്പത്തും പ്രശസ്തിയും കുറയാൻ തുടങ്ങി. ഇത് വീരപ്പനെ കൂടുതൽ ദേഷ്യം വരുത്തി. തന്നെ ഒറ്റിക്കൊടുത്തവരെയും വഴിയിൽ വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അവൻ കൊന്നുതള്ളി. കാട്ടിൽ തൻ്റെ സ്വന്തം ഭരണം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച വീരപ്പൻ മറ്റു കള്ളക്കടത്ത് സംഘങ്ങളെയും ഓരോന്നായി ഇല്ലാതാക്കാൻ തുടങ്ങി. ഓരോ കൊലപാതകത്തിലൂടെയും അവൻ്റെ ശക്തിയും പ്രശസ്തിയും അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോലും വ്യാപിപ്പിച്ചു. ഭയം വിതച്ച് കാടിൻ്റെ സ്വന്തം രാജാവായി അവൻ വാണു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാടുകളുടെ ഓരോ ഇഞ്ചിലും അവൻ്റെ നിയന്ത്രണമായിരുന്നു. തൻ്റെ ക്രൂരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ 300-ലധികം അംഗങ്ങളുള്ള ഒരു സംഘത്തെ അവൻ രൂപീകരിച്ചു. ഈ സംഘങ്ങൾ ദിവസങ്ങളോളം ഒളിഞ്ഞിരുന്ന് ആനകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ തലയ്ക്ക് വെടിവെച്ചു കൊല്ലും. തൻ്റെ ഈ വേട്ടയാടലിന് തടസ്സമുണ്ടാക്കിയ എല്ലാവരെയും, പോലീസുകാരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും രഹസ്യവിവരം നൽകുന്നവരെയും അവൻ കൊന്നൊടുക്കി. ആനക്കൊമ്പ് വ്യാപാരത്തിലൂടെ വീരപ്പൻ കോടികൾ സമ്പാദിച്ചു. പക്ഷേ അതിൻ്റെ വില 2000-ഓളം ആനകളുടെ ജീവനായിരുന്നു. ആനകളുടെ എണ്ണം കുറഞ്ഞതോടെ സർക്കാരുകൾക്ക് തലവേദനയായി. അതുകൊണ്ടാണ് കർണാടകയിലും തമിഴ്നാട്ടിലും വനങ്ങളിലെ പട്രോളിംഗ് വർദ്ധിപ്പിച്ച് ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഇത് വീരപ്പൻ്റെ ബിസിനസ്സിന് വലിയ തോതിൽ തിരിച്ചടിയായി. ആനക്കൊമ്പ് ഉപേക്ഷിച്ച് അവൻ ചന്ദനത്തടി കള്ളക്കടത്തിലേക്ക് തിരിഞ്ഞു. തൻ്റെ ജീവിതകാലത്തെ ഏകദേശം 10,000 ടൺ ചന്ദനത്തടി അവൻ മുറിച്ചു വിറ്റു. അതിൻ്റെ അന്നത്തെ മൂല്യം 100 കോടി രൂപയിലധികമായിരുന്നു. വർഷങ്ങളോളം പോലീസ് വീരപ്പനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പോയ പലരും വീരപ്പൻ്റെ വെടിയേറ്റ് മരിച്ചു. ഒടുവിൽ കർണാടക സർക്കാർ സത്യസന്ധനും സമർത്ഥനുമായ ഒരു ഉദ്യോഗസ്ഥനെ തേടി. അങ്ങനെയാണ് IFS ഓഫീസർ വി ശ്രീനിവാസ് രംഗപ്രവേശനം. 1983 അദ്ദേഹം ചാമരാജനഗറിലെ DCF ചുമതലയേറ്റു. 3 വർഷത്തെ പരിശീലനത്തിന് ശേഷം
1986 ബാംഗ്ലൂരിൽ വെച്ച് ശ്രീനിവാസ് വീരപ്പനെ അറസ്റ്റ് ചെയ്തു. അന്ന് ബാംഗ്ലൂർ നഗരം സാർക്ക് ഉച്ചകോടിക്കായി അതിഭയങ്കരമായ സുരക്ഷാ വലയം തീർത്തിരുന്നു. അതറിയാതെ വീരപ്പൻ പോലീസിൻ്റെ കൈകളിൽ അകപ്പെടുകയായിരുന്നു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യാനായി വീരപ്പനെ ബദിപ്പാടയിലെ ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് മാറ്റി. അവിടെ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീരപ്പൻ ഒളിപ്പിച്ച ചന്ദനത്തടികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡുകളിൽ ടണ്ണുകണക്കിന് ചന്ദനത്തടികൾ പിടിച്ചെടുത്തു. എന്നാൽ പോലീസിൻ്റെ വിജയം അധികം നീണ്ടു നിന്നില്ല. ഒരു ദിവസം പി ശ്രീനിവാസ് സ്ഥലത്തില്ലാത്ത സമയം നോക്കി വീരപ്പൻ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വീരപ്പൻ രക്ഷപ്പെട്ടതിൽ ശ്രീനിവാസൻ നിരാശനായി. 1987 വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ചിദംബരത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ വീരപ്പൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇത്തവണ ശ്രീനിവാസ് വീരപ്പൻ്റെ ഗോപിനാഥം ഗ്രാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പോലീസ് മുൻപിവിടെ ആളുകളെ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ശ്രീനിവാസ് വ്യത്യസ്തനായിരുന്നു. അവൻ ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. റോഡുകളും ക്ഷേത്രങ്ങളും വീടുകളും നിർമ്മിച്ചു. സ്വന്തം ശമ്പളം പോലും ഇതിനായി ചെലവഴിച്ചു. വീരപ്പൻ്റെ സഹോദരിക്ക് ജോലി നൽകി. അങ്ങനെ ഗ്രാമീണരുടെ ഹൃദയം കീഴടക്കി ഒരു രഹസ്യാന്വേഷണ ശൃംഖല സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശ്രീനിവാസൻ ലഭിച്ചു തുടങ്ങിയതോടെ ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ പോലീസ് ജീപ്പിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ വിവരദാതാക്കളെ വീരപ്പൻ്റെ ആളുകൾ തിരിച്ചറിഞ്ഞു. ആ വിവരം വീരപ്പനിലെത്തിയപ്പോൾ അവൻ അവരെ ക്രൂരമായി കൊലപ്പെടുത്തി. അവരുടെ തലയെറുത്ത് ഗ്രാമങ്ങളിൽ പ്രദർശിപ്പിച്ചതോടെ ആളുകളുടെ മനസ്സിൽ വീരപ്പനോടുള്ള ഭയം ഇരട്ടിയായി. പിന്നീട് ശ്രീനിവാസന് ഒരു വിവരവും ലഭിച്ചില്ല. 1990 മുത്തുലക്ഷ്മിയെ വിവാഹം കഴിച്ച് ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുമ്പോൾ അവൻ്റെ വലിയൊരു ചന്ദനക്കടത്ത് ഇടപാടിനെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. പോലീസ് മിന്നൽ വേഗത്തിൽ ആ സ്ഥലം വളഞ്ഞു. രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വീരപ്പൻ തൻ്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ചന്ദനത്തടി ഉപേക്ഷിച്ച് കാടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഈ നഷ്ടം അവനെ കടുത്ത ദേഷ്യത്തിലാക്കി. എന്നാൽ ആ ദേഷ്യം ഒരു തുടക്കം മാത്രമായിരുന്നു. അധികം വൈകാതെ തൻ്റെ സഹോദരി മാരി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വീരപ്പനെ തേടിയെത്തി. ഈ ദുരന്തത്തിന് പിന്നിൽ പി ശ്രീനിവാസനാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. കാരണം ശ്രീനിവാസ് തൻ്റെ സഹോദരിയെ സഹായിച്ചപ്പോൾ മുതൽ അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഈ ആത്മഹത്യക്ക് ശ്രീനിവാസ് കാരണക്കാരനാണെന്ന് വിശ്വസിച്ച വീരപ്പൻ പ്രതികാരത്തിനായി ദാഹിച്ചു. മുൻപ് ശ്രീനിവാസ് തന്നെ അറസ്റ്റ് ചെയ്തതും തൻ്റെ ഇടപാടുകൾ തകർത്തതും വീരപ്പൻ്റെ മനസ്സിൽ ഒരഗ്നിയായി ആളിക്കത്തി. ഇപ്പോൾ സഹോദരിയുടെ മരണം കൂടി അതിനിന്ധനമായി മാറിയതോടെ പ്രതികാരം അവൻ്റെ ഒരു ലക്ഷ്യമായി മാറി. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. പ്രതികാരം ചെയ്യാൻ വീരപ്പനൊരു അവസരം ലഭിച്ചു. 1991 ജൂലൈയിൽ പി ശ്രീനിവാസൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ കാലാവധി അവസാനിച്ചതോടെ അദ്ദേഹത്തിന് നൽകിയിരുന്ന സുരക്ഷാ അകമ്പടി കുറഞ്ഞു. ഈ തക്കം നോക്കി വീരപ്പൻ തൻ്റെ ഇളയ സഹോദരൻ അർജുനൻ വഴി ശ്രീനിവാസന് ഒരു സന്ദേശം അയച്ചു. താൻ കീഴടങ്ങാൻ തയ്യാറാണ്, പക്ഷേ അതിന് ശ്രീനിവാസ് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് വരണം. ഇതൊരു കൊടും ചതിയായിരുന്നു. പക്ഷേ വീരപ്പൻ്റെ കെണിയിൽ ശ്രീനിവാസ് വീണു. ഭയം ലേശമില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് കാട്ടിലേക്ക് യാത്രയായി. കാടുകളിലെത്തിയ ശ്രീനിവാസനെ വീരപ്പൻ ക്രൂരമായി കൊലപ്പെടുത്തി. ശ്രീനിവാസൻ്റെ തലയെറുത്ത് വീരപ്പൻ തൻ്റെ കൂട്ടാളികളോടൊപ്പം ഫുട്ബോൾ കളിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ അതിക്രൂരമായ കൊലപാതകം രാജ്യം മുഴുവൻ ഞെട്ടിച്ചു. വീരപ്പൻ്റെ ക്രൂരതയുടെ കഥകൾ ഇന്ത്യ ഒട്ടാകെ പരന്നു. ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലെ പോലീസിനെ വീരപ്പൻ മുട്ടുകുത്തിച്ചു. ഒരു സംസ്ഥാനത്തെ പോലീസ് അവനെ പിന്തുടരുമ്പോൾ അവൻ മറ്റൊരു സംസ്ഥാനത്തെ കാടുകളിലേക്ക് അഭയം പ്രാപിച്ചു. ഇത് പോലീസിന് വലിയ വെല്ലുവിളിയായി. അതിനാൽ 1992 കർണാടകയും തമിഴ്നാടും ഒരുമിച്ച് ചേർന്ന് ഒരു സംയുക്ത സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. വീരപ്പനെ പിടികൂടാനുള്ള ചുമതല വാൾട്ടർ ദേവരാജ് എന്ന ഉദ്യോഗസ്ഥന് നൽകി. STF രൂപീകരിച്ചതിന് ശേഷം 1992 ഫെബ്രുവരിയിൽ കർണാടക ടാസ്ക് ഫോഴ്സ് വീരപ്പൻ്റെ ഒരു തവണ റെയ്ഡ് നടത്തി. വീരപ്പൻ്റെ വലം കൈയായിരുന്ന ഗുരുനാഥനെ അവർ വധിച്ചു. ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് SI ഷക്കീൽ അഹമ്മദ് ആയിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം വീരപ്പൻ ശാന്തനായിരുന്നില്ല.
അയാൾ രാംപുര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസുകാരെ കൊന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന വീരപ്പൻ SDF ഒരു വലിയ വെല്ലുവിളിയായി മാറി. അവർ അവൻ്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ സമയം വീരപ്പൻ ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. ആനക്കൊമ്പ് കച്ചവടത്തെക്കുറിച്ചൊരു വ്യാജ വാർത്ത പരത്തി. ഈ വാർത്ത വിശ്വസിച്ച് 1992 ഓഗസ്റ്റ് 14 SP ഹരികൃഷ്ണനും SI ഷക്കീൽ അഹമ്മദും അവരുടെ സംഘത്തോടൊപ്പം കാട്ടിലേക്ക് കയറി. വീരപ്പൻ പതിഞ്ഞിരുന്ന് അവരെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ഹരികൃഷ്ണനും ഷക്കീൽ അഹമ്മദും ഉൾപ്പെടെ 5 പോലീസുകാർ കൊല്ലപ്പെട്ടു. തൻ്റെ അടുത്തേരയെ കാത്തിരുന്ന വീരപ്പൻ ഇത്തവണ ലക്ഷ്യമിട്ടത് IPS ഓഫീസറായ K ഗോപാലകൃഷ്ണയായിരുന്നു. 1993 കൊലേകൾ ഗ്രാമത്തിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വീരപ്പൻ ഗോപാലകൃഷ്ണയെ പരസ്യമായി വെല്ലുവിളിച്ചു. ഈ വാർത്ത ആ പ്രദേശത്ത് വലിയ കോളിളക്കമുണ്ടാക്കി. ഒരു ഭയങ്കരമായ വെല്ലുവിളിയായിരുന്നു K ഗോപാലകൃഷ്ണന് വീരപ്പൻ നൽകിയത്. വീരപ്പൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത ഗോപാലകൃഷ്ണൻ തൻ്റെ സംഘത്തോടൊപ്പം കാട്ടിലേക്ക് യാത്ര തുടങ്ങി. എന്നാൽ ഗോപാലകൃഷ്ണന് മുന്നിൽ മറ്റൊരു ബസ്സിലായി 15 രഹസ്യവിവരദാതാക്കളും 7 ഉദ്യോഗസ്ഥരും യാത്ര ചെയ്തിരുന്നു. വീരപ്പൻ അവരുടെ നീക്കങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ബസ് പാലത്തിനടുത്തെത്തിയപ്പോൾ വീരപ്പൻ വഴിയിൽ സ്ഥാപിച്ച ലാൻഡ് മൈനുകൾ പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. അതിലുണ്ടായിരുന്ന 22 പേരും കൊല്ലപ്പെട്ടു. ഗോപാലകൃഷ്ണനും മറ്റൊരു വാഹനത്തിലായതുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റു. 9 ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത്. പോലീസ് സേനയ്ക്ക് ഈ സംഭവം വലിയ നാണക്കേടുണ്ടാക്കി. അതോടെ SDF തങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. വീരപ്പനെ തൻ്റെ ഗ്രാമത്തിൽ അവർ ശക്തമായ തെരച്ചിൽ തുടങ്ങി. 1993 മെയ്യിൽ പോലീസ് വീരപ്പൻ്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും ഭാര്യ മുത്തുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം അവരെ വിട്ടയക്കുകയും ചെയ്തു. വീരപ്പൻ്റെ ഭാര്യയെ വിട്ടയച്ചെങ്കിലും തമിഴ്നാട് സർക്കാർ കൂടുതൽ കർശനമായ നടപടിയിലേക്ക് കടന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനൊപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയും അവർ രംഗത്തിറക്കി. ഈ പുതിയ നീക്കം ഫലം കണ്ടു. 1993 ജൂലൈയിൽ PSF നടത്തിയ ഒരു ഓപ്പറേഷനിൽ വീരപ്പൻ്റെ 19 കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു. ഒരു മാസത്തിന് ശേഷം 1993 ഓഗസ്റ്റിൽ PSFും വീരപ്പനും സംഘവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി. അതിൽ 18 വീരപ്പൻ അനുയായികളും 3 BSF ജവാന്മാരും കൊല്ലപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിലും ഈ ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ പോലീസ് വീരപ്പൻ്റെ ആളുകളെ കൊന്നൊടുക്കി, മറ്റു ചിലപ്പോൾ വീരപ്പൻ ഒളിഞ്ഞും തെളിഞ്ഞും പോലീസിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. കാടുകൾ പോലീസിനും വീരപ്പനും ഇടയിലുള്ള ഒരു യുദ്ധക്കളമായി മാറി. കാടിൻ്റെ രാജാവായ വീരപ്പനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. 2 സംസ്ഥാനങ്ങളിലെയും പോലീസുകളിൽ തകർക്കാൻ കഴിയാത്തൊരു സാമ്രാജ്യം അവൻ കാടുകളിൽ സ്ഥാപിച്ചു. പോലീസിൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഇതിനിടെ വീരപ്പൻ പുതിയൊരു കളി തുടങ്ങി. പണവും സ്വാധീനവും ഉപയോഗിച്ച് രാഷ്ട്രീയ പിന്തുണ നേടാൻ അവൻ ശ്രമിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രമുഖരെയും തട്ടിക്കൊണ്ടുപോയി അവരുടെ മോചനത്തിനായി തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങി. 1997 ജൂലൈ 13 വീരപ്പൻ്റെ ഭീകരഭരണത്തിൻ്റെ അടുത്ത അധ്യായം ആരംഭിച്ചു. ഭൂരുടെ വനത്തിൽ നിന്ന് അവൻ 10 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി. അവരെ മോചിപ്പിക്കാൻ വീരപ്പൻ ഒരു അസാധാരണ ആവശ്യം മുന്നോട്ട് വെച്ചു. സർക്കാർ ഔദ്യോഗികമായി മാപ്പ് പറയുക. 7 ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനയ്ക്കും ശേഷം സർക്കാർ വീരപ്പൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയും ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വീരപ്പൻ്റെ തട്ടിക്കൊണ്ടുപോകൽ നാടകം അവിടെ അവസാനിച്ചില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1997 ഒക്ടോബർ 8 വനത്തിൽ ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ പോയ വന്യജീവി ചലച്ചിത്ര നിർമ്മാതാക്കളായ കൃപാകരനെയും സേനാനിയെയും അവൻ തട്ടിക്കൊണ്ടുപോയി. അവർ പോലീസിൻ്റെ ചാരന്മാരാണെന്ന് സംശയിച്ച വീരപ്പൻ 10 ദിവസത്തോളം അവരെ ചോദ്യം ചെയ്തു. സംശയം മാറിയപ്പോൾ അവരെ വിട്ടയച്ചു. തട്ടിക്കൊണ്ടുപോയ ശേഷം വിട്ടയച്ച ചലച്ചിത്ര നിർമ്മാതാക്കൾ വീരപ്പനെക്കുറിച്ച് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവിട്ടു. വന്യജീവികളോട് വീരപ്പൻ്റെ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. കാട്ടിലെ മൃഗങ്ങളോട് ശബ്ദം അനുകരിക്കുന്നതിൽ അവൻ അതിവിദഗ്ധനായിരുന്നു. തൻ്റെ ഭീകരഭരണം കൂടുതൽ ശക്തമാക്കാൻ സ്വന്തം കുറ്റകൃത്യങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ പോലും അവൻ പുറത്തേക്ക് വിട്ടിരുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കൊള്ളക്കാരനും കള്ളക്കടക്കാരനുമായിരുന്നു വീരപ്പൻ.
വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനായിരുന്നു അവൻ്റെ ആഗ്രഹം. അതിനായി അവൻ 2000-ൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടനായ രാജ്കുമാറിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി അവൻ രാജ്യം മുഴുവൻ ഞെട്ടിച്ചു. ഈ സംഭവം കർണാടക സർക്കാരിന് വലിയ സമ്മർദ്ദമുണ്ടാക്കി. വീരപ്പൻ്റെ പല ആവശ്യങ്ങൾക്കും വഴങ്ങാൻ സർക്കാർ നിർബന്ധിതരായി. രാജ്കുമാറിനെ മോചിപ്പിക്കാനുള്ള ചർച്ചകളിൽ തമിഴ് മാസികയായ നക്കീരൻ്റെ എഡിറ്റർ ആർ ഗോപാൽ ഒരു പ്രധാന മധ്യസ്ഥത റോളിലുണ്ടായിരുന്നു. അദ്ദേഹം വീരപ്പനുമായി പലതവണ ചർച്ചകൾ നടത്തി. കാവേരി നദീ ജലതർക്കത്തിൽ തമിഴ്നാടിൻ്റെ നീതി വേണമെന്ന്, തമിഴ് തൻ്റെ കൂട്ടാളികളെ ജയിലിൽ നിന്ന് വിട്ടയക്കണം, കൂടാതെ 1000 കോടി രൂപ മോചനദ്രവ്യം നൽകണം എന്നീ ആവശ്യങ്ങളാണ് വീരപ്പൻ മുന്നോട്ട് വെച്ചത്. 10-ൽ കൂടുതൽ ആവശ്യങ്ങളുണ്ടായിരുന്നെങ്കിലും ചിലതും ഇന്നും രഹസ്യമാണ്. ഈ വിഷയത്തിൻ്റെ ഗൗരവം കാരണം കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണ തമിഴ്നാട് സന്ദർശിച്ച് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി M കരുണാനിധിയുമായി ചർച്ച നടത്തി. ഒടുവിൽ 108 ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിനും ചർച്ചകൾക്കും ശേഷം രാജ്കുമാറിനെ വീരപ്പൻ മോചിപ്പിച്ചു. എന്നാൽ ഈ മോചനത്തിന് വലിയ വില നൽകേണ്ടി വന്നതായി പിന്നീട് ആരോപണമുയർന്നു. അന്നത്തെ കർണാടക DGP ആയിരുന്ന C ദിനകർ തൻ്റെ വീരപ്പൻ പ്രൈസ് രാജ്കുമാർ എന്ന വീരപ്പൻ ആ പുസ്തകത്തിൽ രാജ്കുമാറിനെ മോചിപ്പിക്കാൻ വീരപ്പന് 20 കോടി രൂപ നൽകിയെന്ന് അവകാശപ്പെട്ടു. എങ്കിലും രാജ്കുമാറിൻ്റെ കുടുംബം ഈ ആരോപണം ശക്തമായി നിഷേധിച്ചു. രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഓർമ്മകളുമായി മുമ്പേ വീരപ്പൻ വീണ്ടും തൻ്റെ ക്രൂരതയുടെ അടുത്ത അധ്യായം തുറന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം കർണാടക മുൻ മന്ത്രിയായിരുന്ന H നാഗപ്പയെ സ്വന്തം ഗ്രാമത്തിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയി. ഈ സംഭവം പോലീസിൻ്റെ ഉറക്കം കെടുത്തി. നാഗപ്പയെ രക്ഷിക്കാനായി കർണാടക, തമിഴ്നാട്, കേരള പോലീസ് സേനകൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇത്തവണ സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായില്ല. നാഗപ്പയെ രക്ഷിക്കാൻ പോലീസ് ശക്തമായ ഒരു നീക്കം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ആ നീക്കം ദയനീയമായി പരാജയപ്പെട്ടു. പോലീസിന് നാഗപ്പയെ രക്ഷിക്കാനോ വീരപ്പനെ പിടിക്കാനോ കഴിഞ്ഞില്ല. സർക്കാരിൻ്റെ ഈ നിലപാടിൽ അതീവ ദേഷ്യത്തിലായ വീരപ്പൻ താനുമായി ചർച്ചകൾക്ക് തയ്യാറാകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നാഗപ്പയെ കൊന്നു വനത്തിൽ ഉപേക്ഷിച്ചു. ദക്ഷിണേന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ആ സംഭവത്തിന് ശേഷം വീരപ്പന് ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്കുള്ള പാരിതോഷികവും കർണാടക സർക്കാർ 5 കോടിയായി ഉയർത്തി. ദാവൂദ് ഇബ്രാഹിമിന് പ്രഖ്യാപിച്ച പാരിതോഷികത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ 2ാമത്തെ തുകയായിരുന്നു അത്. ആനവേട്ട, ചന്ദനക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ക്രൂരതകളിലൂടെ വീരപ്പൻ കുപ്രസിദ്ധനായെങ്കിലും ജനങ്ങൾക്കും സർക്കാരുകൾക്കും അവനും അടുത്തിരുന്നു. കർണാടകയ്ക്കും തമിഴ്നാടിനും ഒരുപോലെ തലവേദനയായി മാറിയ വീരപ്പനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതിനായി 2003 മുതൽ 2004 വരെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത STFന് ചുമതല വിജയസമ്പന്നനായ IPS ഓഫീസർ K വിജയകുമാറിന് നൽകി. കാടുകളിലെ ഓരോ വഴികളും അറിയുന്ന വിജയകുമാർ വീരപ്പൻ്റെ കഥയ്ക്ക് ഒരു അവസാനം കുറിക്കാൻ നിയുക്തനായി. IPS ഓഫീസർ NK സെന്താമരെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കമാൻഡറായി ഒപ്പമുണ്ടായിരുന്നു. വീരപ്പനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത STFന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. തെറ്റുകൾ ഒഴിവാക്കാൻ അവർ 10 മാസത്തോളം വീരപ്പനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഒരു ദിവസം വീരപ്പൻ്റെ പഴയ വീഡിയോകൾ പരിശോധിക്കവേ വിജയകുമാർ ഒരു നിർണായക സൂചന കണ്ടെത്തി. ഒരു വീഡിയോയിൽ വീരപ്പൻ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കാരണം അതവൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിജയകുമാറിന് മനസ്സിലായി, കാടിൻ്റെ രാജാവ് ദുർബലനായിരിക്കുന്നു. ഇതാണ് ശരിയായ സമയം. ഒരു നിമിഷം പോലും പാഴാക്കാതെ വിജയകുമാർ രഹസ്യവിവരദാതാക്കളെ കൊണ്ട് ആ വിവരം ഉറപ്പിച്ചു. പോലീസുമായുള്ള നിരന്തര ഏറ്റുമുട്ടലിൽ വീരപ്പൻ്റെ സംഘം 20 പേരായി ചുരുങ്ങിയിരുന്നു. കഴിഞ്ഞ 10 മാസമായി വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷന് അവൻ്റെ സാമ്രാജ്യം തകർന്നു. അതുകൊണ്ട് തന്നെ വീരപ്പൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പദ്ധതിയിട്ടിരുന്നു. ഈ തക്കം മുതലെടുക്കാൻ വിജയകുമാറും സംഘവും സെന്താമരക്കണ്ണനും കൂടി ഒരു പദ്ധതി തയ്യാറാക്കി. വീരപ്പൻ്റെ സംഘത്തിലെ ചിലരെ പോലീസിൻ്റെ രഹസ്യവിവരദാതാക്കളാക്കുക. ഈ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം സെന്താമരക്കണ്ണനെ അദ്ദേഹത്തിൻ്റെ നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ വീരപ്പൻ്റെ 2 കൂട്ടാളികളെ രഹസ്യവിവരദാതാക്കളാക്കാൻ കണ്ണന് കഴിഞ്ഞു. ഒരാൾ വീരപ്പനോടൊപ്പം കാടിനുള്ളിൽ പ്രവർത്തിക്കുന്നവനും മറ്റൊരാൾ പുറത്തുള്ള ബിസിനസ് കൈകാര്യം ചെയ്യുന്നവനുമായിരുന്നു. ഇവർ വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ണന് കൈമാറാൻ തുടങ്ങി. കാടിലെ വിവരം പുറത്തെ വിവരങ്ങൾ കാടിലെ ആളും കൈമാറി തുടങ്ങി. അങ്ങനെ വീരപ്പൻ്റെ എല്ലാ നീക്കങ്ങളും STFന് അറിയാൻ സാധിച്ചു.
ഒരാഴ്ചത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൻ വീരപ്പന് കാടിന് പുറത്തു വരുന്ന ദിവസത്തെക്കുറിച്ചുള്ള വിവരവും ശേഖരിച്ച് രഹസ്യ വിവരദാതാക്കൾക്ക് നിർദ്ദേശം നൽകി. രണ്ടാമത്തെ രഹസ്യ വിവരദാതാവ് ഈ വിവരം കണ്ണന് കൈമാറാനായി 2004 ഒക്ടോബർ 14 ഒരു ചായക്കടയിൽ വെച്ച് കൂടിക്കാഴ്ച നിശ്ചയിച്ചു. കണ്ണൻ രഹസ്യവിവരത്തിൽ കാത്തിരുന്നു. അധികം വൈകാതെ ആദ്യത്തെ രഹസ്യവിവരദാതാവ് അവിടെ എത്തി. ചായ കുടിക്കുന്നതിനിടയിൽ അവൻ രണ്ടാമത്തെ ആളോട് രഹസ്യമായി പറഞ്ഞു, അണ്ണൻ ഒക്ടോബർ 18 ചികിത്സയ്ക്കായി കാടിന് പുറത്തു വരും. സേലത്തിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ വിവരം പോലീസ് അറിയാതിരിക്കാൻ വീരപ്പൻ അതീവ ജാഗ്രത പുലർത്തുമെന്നും അവൻ്റെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വലിയൊരു വാഹനം വേണമെന്നും രഹസ്യ വിവരദാതാവ് കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ രഹസ്യ വിവരദാതാവ് ഈ വിവരങ്ങൾ കണ്ണൻ കൈമാറി. കണ്ണൻ ഉടൻ തന്നെ അത് വിജയകുമാറിനെ അറിയിച്ചു. വീരപ്പനെ പിടികൂടാൻ കാത്തിരുന്ന പോലീസുകാർ അതൊരു സുവർണ അവസരമായിരുന്നു. കാടിനുള്ളിൽ അവനെ പിടികൂടുന്നത് അസാധ്യമായിരുന്നതിനാൽ അവർ ഈ അവസരം മുതലാക്കി. കാടിന് പുറത്തേക്ക് വീരപ്പന് വരുന്നത് അവൻ്റെ അവസാന ദിവസമാക്കാൻ STF തീരുമാനിച്ചു. വീരപ്പനെ ചികിത്സയ്ക്കായി ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കാൻ STF പദ്ധതിയിട്ടു. ഈ ജോലി രഹസ്യ വിവരദാതാവിനെ ഏൽപ്പിച്ചു. സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ആംബുലൻസ് തിരഞ്ഞെടുത്തത്. എന്നാൽ തിടുക്കത്തിൽ ആംബുലൻസിൻ്റെ പേരെഴുതിയതിൽ ഒരക്ഷര തെറ്റ് വന്നു. സേലം എന്നതിന് പകരം സെലം എന്നായിരുന്നു എഴുതിപ്പോയി. അതൊരു വലിയ പിഴവായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് വീരപ്പനോ അവൻ്റെ കൂട്ടാളികളോ അത് ശ്രദ്ധിച്ചില്ല. ഈ ഓപ്പറേഷൻ കൊക്കൂൺ എന്ന് പേരിട്ടു. അത് ആംബുലൻസിൻ്റെ രഹസ്യനാമമായിരുന്നു. ആംബുലൻസ് ആരോടിക്കുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. വിജയകുമാറും സെന്താമരൈ കണ്ണനും ഓപ്പറേഷനിൽ പങ്കെടുത്ത കമാൻഡോകളുമായി യോഗം ചേർന്നു ഒരു തീരുമാനമെടുത്തു. ആംബുലൻസിൻ്റെ ഡ്രൈവറും സഹായിയും STFൻ്റെ രഹസ്യ ഏജന്റുമാരായിരിക്കും. തൻ്റെ നീണ്ട മീശകൾക്ക് പേരുകേട്ട വീരപ്പൻ പുറത്തു വരുന്നതിന് മുമ്പ് അത് വെട്ടിക്കളഞ്ഞു. ഒടുവിൽ 2004 ഒക്ടോബർ 18 രാത്രി അവൻ തൻ്റെ 3 കൂട്ടാളികളോടൊപ്പം കാട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി ആംബുലൻസിൽ കയറി. വിജയകുമാറിൻ്റെ ടീം കാത്തിരിക്കുകയായിരുന്നു. കമാൻഡോകൾ കരിമ്പ് നിറച്ച ട്രക്കിനും ലോറിക്കും പിന്നിൽ ഒളിച്ചിരുന്നു. 6 STF കമാൻഡോകൾ ഒരു സ്കൂളിൻ്റെ ടെറസിൽ AK-47 റൈഫിളുകളുമായി നിലയുറപ്പിച്ചു. സെന്താമരൈ കണ്ണൻ ഒരു വാനിൽ വന്ന് തൻ്റെ ടീമിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ആംബുലൻസ് നിശ്ചയിച്ച സ്ഥലത്തെത്തിയപ്പോൾ അതിൻ്റെ ഡ്രൈവർ ഒരു രഹസ്യ കോഡ് നൽകി. ആദ്യം നീല ലൈറ്റും പിന്നെ ഫോഗ് ലാമ്പും തെളിയിച്ചു. ഇത് STFൻ്റെ ഒരു രഹസ്യ കോഡായിരുന്നു. ഇതിനർത്ഥം ആംബുലൻസിനുള്ളിൽ വീരപ്പൻ മാത്രമല്ല മറ്റു സഹയാത്രികരുമുണ്ടെന്നും അവർ ആയുധധാരികളാണ് എന്നുമായിരുന്നു. കോഡ് മനസ്സിലാക്കിയ സെന്താമരൈ കണ്ണൻ ഉടൻ തന്നെ വിജയകുമാറിനും ടീമിനും മുന്നറിയിപ്പ് നൽകി. ആംബുലൻസ് പോലീസുകാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ഒരു ട്രക്ക് ഉപയോഗിച്ച് വഴി തടഞ്ഞു. ഇതോടെ ആംബുലൻസ് ഡ്രൈവർ ശക്തമായി ബ്രേക്ക് ചെയ്തു. ഇത് കാരണം ആംബുലൻസിനുള്ളിലിരുന്ന വീരപ്പനും കൂട്ടാളികളും നിലതെറ്റി വീണു. അടുത്ത നിമിഷം ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന 2 STF കമാൻഡോകൾ പുറത്തേക്ക് ചാടി തങ്ങളുടെ ടീമിനൊപ്പം ചേർന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് വീരപ്പൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ STF അവരുടെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കെണി മനസ്സിലാക്കിയ വീരപ്പൻ കീഴടങ്ങാൻ തയ്യാറായില്ല. പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് വീരപ്പനും കൂട്ടാളികളും പോലീസിന് നേരെ വെടിയുതിർത്തു. STFും ശക്തമായി തിരിച്ചടിച്ചു. 20 മിനിറ്റ് നേരം നീണ്ടുനിന്ന 138 റൗണ്ട് നീണ്ടുനിന്ന വെടിവെപ്പിൽ വീരപ്പനും കൂട്ടാളികളും കൊല്ലപ്പെട്ടു. വീരപ്പൻ്റെ മരണവാർത്ത തമിഴ്നാട് കർണാടക സർക്കാരുകൾക്ക് വലിയ ഒരു ആശ്വാസമായി. അവരുടെ ഏറ്റവും വലിയ തലവേദന അവസാനിച്ചു. വീരപ്പൻ്റെ മരണത്തിൽ ആളുകൾ സന്തോഷിച്ചു. അവൻ്റെ ഗ്രാമത്തിലെ ആളുകൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പിന്നീട് ഓപ്പറേഷൻ കൊക്കൂൺ വിജയിപ്പിച്ച എല്ലാവരെയും തമിഴ്നാട് സർക്കാർ ആദരിച്ചു.